ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോള് 3D വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 3D പ്ലെയിൻ ഷോൾ ഇഷ്ടംമാതിരി വീട്ടിലുണ്ടാവും. അതിനൊക്കെ ഒന്നൊരു പുതിയ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ 3D പോയി മേടിക്കുക. ഫെവിക്രിലിൻ്റെ ഗ്ലിറ്റർ 3D കിട്ടും, അല്ലാതെ മെറ്റാലിക് 3D കിട്ടും, പ്ലെയിൻ 3D കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ വെറുതെ ഒരു റൗണ്ട് സ്പൈറൽ ഡിസൈനേ ചെയ്യുന്നുള്ളൂ. ചെയ്തതൊന്ന് കാണിച്ചു തരാം. 10 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൽ ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട്. സ്പൈറൽ ഡിസൈൻസ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന് തന്നെ ഒരു ഷൈനിങ് ഉള്ളതുകൊണ്ടാണ് ഇത് കൂടെ. എന്നാലും ഡിസൈൻ കാണാം. റഫായിട്ട് ഒന്നും നോക്കണ്ട, ഒരളവൊന്നും നോക്കണ്ട, നമുക്ക് എവിടെയൊക്കെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് സാരിയിൽ ഫ്ലീറ്റിൻ്റെ ഭാഗത്ത് മാത്രം, സാരിയെ ചെയ്യണമെങ്കിൽ ഫ്ലീറ്റിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്യണമെങ്കിൽ നമ്മളവിടെ അടയാളപ്പെടുത്തുന്നത് മാത്രം, എന്നിട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇത് വല്ല ഗ്ലാസ് ടോപ്പിൽ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നിലത്തൊക്കെ ടൈലിലൊക്കെ പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ ഇത് വേണം, ഫ്രെയിം വേണം. അതിലാണെങ്കിൽ നമുക്ക് സുഖമാണ്. അങ്ങനത്തെ ഫ്രെയിം ഇല്ലാത്തവർക്ക് ഗ്ലാസ്സിൽ വിരിച്ചിട്ടിട്ട് അതിൽ ചെയ്തിട്ട് വേഗം എടുത്തിട്ട് ആ ഭാഗത്ത് അടച്ച് വൃത്തിയാക്കേണ്ടി വരും. കുറച്ച് ഗമ്മുണ്ടായിരിക്കുമല്ലോ ഇതിൽ. അപ്പോൾ ഇതൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ കൂട്ടിയിട്ട് ഒരു 2-3 വീക്സ് മുന്നേ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു പ്ലെയിൻ സാരി മേടിക്കുക. എന്നിട്ട് ഇതേമാതിരി ബ്ലാക്കിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈവൻ സിൽക്കിൽ എല്ലാത്തിലും ഈ 3D പറ്റും. ഗ്ലിറ്റർ 3D ആണെങ്കിൽ ഒരു ഷൈനിങ് കൂടുതലുണ്ടായിരിക്കും. ഇത് ഗ്ലിറ്റർ 3D ആണ്. ഇത് സിൽവറും എല്ലാ കളറും കിട്ടും. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുക. ഇത് ഫെവിക്രിലിൻ്റെ 3D ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.